സത്യവും നീതിയും നാട്ടിൽ വിളയുവാൻ, സത്യവും നീതിയും മക്കൾക്ക് പകരുവാൻ കാണുവിൻ കേൾക്കുവിൻ മുന്തിരിത്തോട്ടം. കൂട്ടരെ, സമൂഹം വഞ്ചിക്കപ്പെടുന്നു. സമ്പത്ത്, ആർഭാടം, ചതി, കൊലപാതകം എന്നിവയും ഇവരുടെയൊക്കെ കൂട്ടാളികളും ചേർന്ന് മനസാക്ഷിയെ ഇല്ലാതാക്കിയോ? നീതി അതെന്താണ്? സത്യസന്ധത എന്താണ്? വെറും ഒരു പഴങ്കഥയുടെ നാമവും. ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നിങ്ങളോ അതോ താങ്കളോ? അല്ലെങ്കിൽ ഞങ്ങളോ? അതുമല്ലെങ്കിൽ നമ്മളാവാം. അതെ, നമ്മൾ തന്നെ. കൂട്ടരെ അറിയുവിൻ, നീതി നശിച്ച നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കാൻ കാലാകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരെ അയച്ചു. സത്യസന്ധത പശ്ചാത്താപവും മാനസാന്തരവും ഇല്ലാതായോ? അത്യാഗ്രഹം, അസൂയ, വഞ്ചന, ദുഷ്ടത ഇവയൊക്കെ ശക്തി പ്രാപിച്ചുവോ? ശക്തിയെ കാണുമ്പോഴേ ലോകത്തിൽ പാപങ്ങൾ വർദ്ധിച്ചിടാനായി കച്ചമുറുക്കി അവതരിച്ചിരുന്നു. ഞാൻ അത്യാഗ്രഹം അന്നിന്റെ മുതൽ കാണുമ്പോൾ എന്റെ കണ്ണ് മഞ്ഞളിക്കും. പിന്നെ അത് തട്ടിയടിക്കാതെ എനിക്ക് വിശ്രമമില്ല. ഞാൻ ഒഴികെ മറ്റാരും നന്നാവുന്നതും എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ വഞ്ചന ഓരോരുത്തരെയും സൂത്രത്തിൽ വശമാക്കും. എന്നിട്ട് തക്ക സമയം നോക്കി ഞാൻ അവന് പണി കൊടുക്കും. ഞാൻ ദുഷ്ടത തല്ലാനും കൊല്ലാനും മറക്കില്ല. ഞാൻ അന്യന്റെ കണ്ണീരാണ് എന്നെ ആനന്ദം. ഇവരെ കീഴടക്കാൻ എന്താണ് പോംവഴി? മനുഷ്യ, കുറെ നേരമായല്ലോ പ്രസംഗിക്കുന്നു. ഇവർ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒന്നിനും കൊള്ളാത്ത സത്യസന്ധത കൊണ്ട് ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കാനാകുമോ? ഇവർ ഇന്നിന്റെ ആവശ്യമാണ്. സത്യസന്ധതയെ കൂട്ടിപ്പിടിച്ചാൽ ജീവിക്കാനാകില്ല. ഇന്നിന്റെ ആവശ്യമോ? ഇവർ ഇന്നോ ഇന്നലെയോ സൃഷ്ടിക്കപ്പെട്ടവരല്ല. ലോകത്തിന്റെ ആരംഭം മുതൽ ഇവരുമുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇത് ഇസ്രായേൽ ജനതയുടെ രാജാവായ ആഹാബിന്റെ കൊട്ടാരം. ഇടയ്ക്കൊക്കെ അദ്ദേഹം നഗരം ചുറ്റാൻ ഇറങ്ങാറുണ്ട്. ചില ഒരുക്കങ്ങളൊക്കെ കാണുന്നു. രാജാവ് പുറത്തേക്ക് ഇറങ്ങുകയാണോ? കൊട്ടാരത്തോട് ചേർന്ന് മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം. ഇത് ആരുടേതാണ്?
ഇത് അങ്ങയുടെ പ്രജയായ നാബോദിന്റെയാണ് പ്രഭു. മുന്തിരിത്തോട്ടം മനോഹരമായിരിക്കും. പക്ഷേ ഇതിവിടെ തുടർന്ന് ആയതിനാൽ ഈ മുന്തിരിത്തോട്ടം ഇവിടെ ഇല്ലാതാവാം. ഇത് നമുക്ക് വിലയ്ക്ക് വാങ്ങി ഇവിടെ പച്ചക്കറിത്തോട്ടം തുടങ്ങാം എന്ന് പറയുന്നു. അങ്ങ് പറയും പോലെ എങ്കിൽ നാബോത്തിനെ വിളിച്ചു കൊണ്ടുവരും. മണ്ണിന്റെ മകനിവൻ, മണ്ണിന്റെ മകനിവൻ, മണ്ണിന്റെ മണമുള്ള കർഷകനിവൻ. സൂര്യൻ ഉദിക്കുമ്പോൾ വേല ചെയ്യുന്നവൻ, നാടിന്റെ അഭിമാനം കാക്കുന്നവൻ, നാടിന്റെ അഭിമാനം കാക്കുന്നവൻ. ഈ മുന്തിരിത്തോട്ടം നമുക്കേറെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇത് നാം കൊട്ടാരം സ്വത്തായി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു മുന്തിരിത്തോട്ടം നാം നൽകുന്നതാണ്. എല്ലാം പണമാണ് വേണ്ടതെങ്കിൽ പണം. കൊട്ടാരത്തിന്റെ ചരിത്രത്തോടൊപ്പം ആഘോഷത്തിന്റെ പേരും തങ്കലികളാൽ എഴുതപ്പെട്ടു. എന്താ സന്തോഷമായില്ലേ? രാജാവ് എന്നോട് പുറപ്പെടാം. തലമുറകൾ കൈമാറി എന്റെ മേൽനോട്ടത്തിൽ വന്നതാണ് മുന്തിരിത്തോട്ടം. അതിന്റെ ഭാവി തലമുറയ്ക്ക് അവകാശപ്പെട്ടതാണ്. എന്റെ മുന്തിരിത്തോട്ടം വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ ഞാൻ ഒരുക്കമല്ല. എന്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല. നീ നമ്മെ അപമാനിച്ചിരിക്കുന്നു. കാര്യം പറയാൻ ഭയക്കാതിരിക്കുവിൻ, സത്യത്തെ എന്നും മുറുകെ പിടിക്കുവിൻ. ഘോരമാം പീഡനം കാത്തിരിക്കുന്നു നിന്നെ. തളരാതെ ധീരനായി നിൽക്കുവിൻ. കാര്യം പറയാൻ ഭയക്കാതിരിക്കുവിൻ, സത്യത്തെ എന്നും മുറുകെ പിടിക്കുവിൻ. ഘോരമാം പീഡനം കാത്തിരിക്കുന്നു നിന്നെ. തളരാതെ ധീരനായി നിൽക്കുവിൻ. അങ്ങ് എന്തിനാണ് ഇത്രയും വിഷമിച്ച് കിടക്കുന്നത്? അതിന് മാത്രം എന്താണ് സംഭവിച്ചത്? ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. ഇസ്രായേൽക്കാരനായ നാബോ അവന്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരികയോ അതുമല്ലെങ്കിൽ അതിന് പകരമായി മറ്റൊരു മുന്തിരിത്തോട്ടം നാം നൽകുകയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ധിക്കാരി നമുക്കത് തരുമെന്ന് പറഞ്ഞു നമ്മെ അപമാനിച്ചിരിക്കുന്നു. അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്ന രാജാവ്? നാബോത്ത് വിലക്ക് തരാൻ വിസമ്മതിച്ച ആ മുന്തിരിത്തോട്ടം അങ്ങേക്ക് ഞാൻ വാങ്ങിത്തരുന്നതായിരിക്കും. അങ്ങ് ഭക്ഷണം കഴിച്ച് സന്തോഷവാനായിരിക്കുവൻ. നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്ത് ഇരുത്തുകയും ചെയ്യുവിൻ. അവനെതിരായി 2 നീചന്മാരെ കൊണ്ടുവരുവിൻ. നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരെ ദൂഷണം പറഞ്ഞെന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ. അപ്പോൾ അവനെ പട്ടണത്തിന് പുറത്തോട്ട് പോയി കല്ലെറിഞ്ഞ് കൊല്ലുവിൻ. ആരവിടെ? അഹാബ് രാജാവിന്റെ പേര് മുദ്രയും അടങ്ങിയിരിക്കുന്ന ചുരുളാണിത്. ഇത് നഗരത്തിൽ നാബോത്തിനൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പക്കലെത്തിക്കുക. സത്യവും ധർമ്മവും തോൽക്കും ഈ ഉലകത്തിൽ. നീതിയില്ല, നിനക്ക് ന്യായവുമില്ല. സത്യവും ധർമ്മവും തോൽക്കും ഈ ഉലകത്തിൽ. നീതിയില്ല, നിനക്ക് ന്യായവുമില്ല. അധികാരവും പണവും ആൾബലവും ചേർന്നായാൽ മറ്റൊരു ഈ ഉലകത്തിൽ രക്ഷയില്ല. അധികാരവും പണവും ആൾബലവും ചേർന്നായാൽ മറ്റൊരു ഈ ഉലകത്തിൽ രക്ഷയില്ല. ഇവൻ രാജാവിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇവൻ ദൈവത്തിനും രാജാവിനും എതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലുവിൻ. ഇവൻ ദൈവത്തിനും രാജാവിനുമെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലുവിൻ. ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലുവിൻ. ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലുവിൻ.
ചെയ്തതല്ല. എന്നെ കണ്ടെത്തി കൊല്ലരുത്. ഞാൻ നിരപരാധിയാണ്. എന്നെ ക്രൂശിക്കരുത്. എന്നെ കല്ലെറിയരുത്. ഞാൻ നിരപരാധിയാണ്. ഇവനെ ന്യായമാണ്. ഇവനെ കല്ലെറിഞ്ഞു കൊല്ലുവിൻ. ഇവനെ കല്ലെറിഞ്ഞു കൊല്ലുവിൻ. ഇവന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കട്ടെ. അതെ, നായ്ക്കത്തിന് കുശാലായിരിക്കും. അവസ്ഥകൾ ഇവന്റെ രക്തം കുടിച്ചും മാംസം തിന്നും വിഷപ്പെടുക്കട്ടെ. ആകാശം പെട്ടെന്ന് മേഘാവൃതമായി. ഭൂമിയിൽ ഇരുൾ പരന്നിരിക്കുന്നു. എന്താണിത്? കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണല്ലോ. എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാ നോക്കൂ, കർത്താവിന്റെ പ്രവാചകൻ ഏലിയ. നിരപരാധിയായ നാബോത്തിനെ കൊലപ്പെടുത്തി അവന്റെ വസ്തുത കയ്യേറിയോ? ചോദിക്കാൻ നീ ആര്? ഞാൻ കർത്താവിന്റെ പ്രവാചകൻ ഏലിയ. ഏലിയ അല്ലേ? നീ ബാലിനെ വെല്ലുവിളിച്ച് ദഹനബലി നടത്തിയവൻ, കർത്താവിനെ പ്രീതിപ്പെടുത്തി വരണ്ട ഭൂമിയിൽ മഴ പെയ്യിച്ചവൻ. പക്ഷേ നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നിട്ടില്ല. നാം ഇസ്രായേലിന്റെ രാജാവാണ്. നിർത്തൂ നിന്റെ ധിക്കാരം പറച്ചിൽ. അധികാരത്തിന്റെയും പണത്തിന്റെയും ആൾബലത്തിന്റെയും മുമ്പിൽ മത്തുപിടിച്ച നീ നിരപരാധിയായ പാവം നാബോത്തിനെ കൊല്ലിച്ച് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുത്തത് ആരും അറിയില്ലെന്ന് കരുതിയോ? നാബോത്തിന്റെ രക്തം നീതി യാചിച്ചുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ നിലവിളിക്കുന്നു. അതിന് ഞാൻ ആരെയും കൊല്ലിച്ചിട്ടില്ല. ലജ്ജയില്ല നിനക്ക്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. അങ്ങനെ ശത്രുവായി നീ എന്നെ കണ്ടെത്തിയോ? അതെ, നിന്നെ ഞാൻ കണ്ടെത്തി. കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കാനായി നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു. ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും. ഞാൻ നിനക്ക് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും. കുടിലതന്ത്രങ്ങളുടെ റാണി കർത്താവ് അരുളി ചെയ്യുന്നു, ജസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് നിന്നെ ഐക്യം. ആഹാബിന്റെ നഗരത്തിൽ വെച്ച് മരിക്കുന്നവരെ നായ്ക്കൾ ഭക്ഷിക്കും. നാട്ടിൽ പുറത്ത് വെച്ച് മരിക്കുന്നവരെ പറവകളും. പ്രജകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നീ അസൂയയും അത്യാഗ്രഹവും മൂലം നിരപരാധിയെ കൊന്ന് കൊലപാതകയായിരിക്കുന്നു. കുടിലതന്ത്രങ്ങൾ മെനഞ്ഞ് സ്ത്രീത്വത്തിന് അപമാനപാത്രമായവളാണ് നീ. നാമത്തിന്റെ രക്തം നായ്ക്കളെ കൊണ്ട് നക്കിക്കുടിപ്പിച്ച് ദൈവകോപത്തിന് ഇരയായിരിക്കുന്നു. ദൈവകോപം നിന്നെ നശിപ്പിക്കും. നിന്റെ നാശം അടുത്തിരിക്കുന്നു. നാശം, നാശം, നാശം. നിർത്തൂ.
പശ്ചാത്തപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ. പശ്ചാത്തപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ. പുതിയ മനുഷ്യനാകൂ, സത്യസന്ധനാകൂ. പുതിയ മനുഷ്യനാകൂ, സത്യസന്ധനാകൂ. കർത്താവേ, എന്റെ പാപങ്ങൾ പൊറുക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എന്നെയും എന്റെ തലമുറകളെയും അധികാരവും പണവും ആൾബലവും ഉള്ളവൻ സാധാരണക്കാരന്റെ സ്വതന്ത്ര ജീവിതത്തിൽ കരിനിഴൽ പാകുമ്പോൾ സർവശക്തനായ കർത്താവിന്റെ ദൃഷ്ടിയിൽപ്പെടാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. എളിയവന്റെ നിലവിളി കർത്താവ് കേൾക്കും. ഭൂമിയിൽ നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അവിടുന്ന് മനുഷ്യരെ നിയോഗിക്കുന്നു. അന്നും ഇന്നും എന്നും ങ്ങളിലൂടെ അത് നേടിയെന്നാലും നിലനിൽക്കില്ലൊരു നാളും ആദരമെന്നോർത്തോ, നിലനിൽക്കില്ലൊരു നാളും ആദരമെന്നോർത്തോ, കൈമുതലാക്കിയിടും സത്യസന്ധത. ദൈവമാകുന്നു വഴിയും, ദൈവമാകുന്നു സത്യവും, ദൈവമാകുന്നു ജീവനും,